ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി കിച്ചു പ്രശ്നം. ഈ സമയത്ത് ഈ തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യകത ഉണ്ടായിരുന്നില്ല. ഒന്നാമത് രേണുവിന് ക്യാൻസർ ആണ്. അതിന് നല്ല രീതിയിലുള്ള സമാധാനം കിട്ടേണ്ട നമ്മുടെ മനസ്സിനൊരു ഇത് വേണം അതിനെ നേരിടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വിവാദം ആവശ്യമില്ലാതെ ഉണ്ടാക്കിയതുപോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി പല ചാനലുകളിലായിട്ട് സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. 6 ദിവസം മുമ്പ് രേണു സുധി തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ തുടക്കം തന്നെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യം, ഞാൻ 11 വയസ്സ് വരെ നോക്കി വളർത്തിയ ഒരു പയ്യനുണ്ട്, മകൻ. അവൻ ഇതുവരെ എന്നെ കാണാൻ വന്നിട്ടില്ല. തുടക്കം തന്നെ ഈ സാധനം വെച്ചിട്ടാണ് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ആ വീഡിയോ ഇടയിൽ പ്ലേസ് ചെയ്ത ഒരു ഡയലോഗാണ്. പക്ഷെ അതൊരു ഹുക്കിന് വേണ്ടിയിട്ട്, ആ വീഡിയോ ഫുള്ളിരുന്ന് കാണാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഈ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. രേണു സുധി ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസായിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ വീട്ടിൽ, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുത് എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ഈ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ പോലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് എന്താണെങ്കിലും അത് ചോദ്യമുണ്ടാകും. കിച്ചുവിനെ തെറി വിളിക്കും, വിമർശനങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ഹേറ്റും കിച്ചുവിൻ്റെ അടുത്ത് വരും. ഇത് കണ്ടപ്പോൾ സത്യത്തിൽ കിച്ചുവിനെ ഇതിനകത്തോട്ട് വലിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ വന്നില്ല എന്നും പറഞ്ഞൊരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. രേണുവിൻ്റെ ഈ വീഡിയോന് ശേഷം നല്ല രീതിയിലുള്ള ഹേറ്റും വെറുപ്പും ആളുകൾക്ക് ഉണ്ടായി. കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ, കിച്ചു ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഈ രീതിയിലുള്ള സംസാരമാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ ഈ ചെറുക്കിന് കിട്ടാത്ത തരത്തിലുള്ള ഒരു ഹേറ്റാണ്. കുറേ വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കിച്ചു ആണെങ്കിലും രേണു സുധി ആണെങ്കിലും. അന്നേരം ഇതുവരെ കിച്ചുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു ഹേറ്റാണ് കിച്ചുവിന് ഈ ഒരു ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഉണ്ടായി തുടങ്ങിയത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സത്യത്തിൽ ജനങ്ങൾക്ക് അറിയത്തില്ല. വളരെ ഗുരുതരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിന് രേണു ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ഒടുവിൽ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഇത്രയും ഹേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അമ്മയെ കാണാൻ പോകാത്തത് എന്താടാന്ന് ചോദിച്ചിട്ടുള്ള ആളുകളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചു ഒരു വീഡിയോ ആയിട്ട് വന്നു. ഒരു 5 സെക്കൻഡ് മാത്രം നീളമുള്ള ഒരു വീഡിയോ. അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ആർക്കാണ്ടും വേണ്ടിയിട്ട് ആളുകൾ പറഞ്ഞതിന്റെ പേരിൽ ഒരു ചടങ്ങ് തീർക്കുന്ന പോലെ അവൻ പോകാൻ വേണ്ടി പോകുന്നു. മൊത്തത്തിലൊരു അഹങ്കാരം പിടിച്ച സംസാരം. ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് ഒന്നുകൂടെ കുരുപൊട്ടി. പിന്നെ അതിന്റെ അപ്പുറം ഹേറ്റ്, വെറുപ്പ് ഈ ചെറുക്കനോട് കാണിച്ചു തുടങ്ങി. കിച്ചുവിന്റെ ഈ ഒരു വീഡിയോ ഏതാണ്ട് 12.3 മില്യൺ ആളുകളാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1,20,00,000-ലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അടിയിലും ഒരുപാട് കമന്റ്സ് കിച്ചുവിനെതിരെ വന്നു. രേണു സുധി ഉണ്ടായ കാരണം ഇപ്പോൾ നിന്നെ 4 ആൾ അറിയുന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി, ആൾക്കാരെ ബോധിപ്പിച്ചു പോകണമെന്നില്ല. എന്തായാലും നിന്നെ സമ്മതിച്ചു. 11,400 ലൈക്ക് മാത്രം ഉണ്ട് ആ ഒരൊറ്റ കമന്റിന്. മറ്റുള്ളവരെ ബോധിപ്പിക്കണമെങ്കിൽ എന്തിനു പോകണം? എപ്പോഴെങ്കിലും അമ്മയായി കരുതിയിട്ടുണ്ടെങ്കിൽ, അമ്മ എന്ന അർത്ഥമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ മതി. നീ പോകണമെന്ന് ഇവിടെ ആർക്കും നിർബന്ധമില്ല. നീ ഇങ്ങനെ ചിന്തയും വെച്ച് പോകണ്ട. ഒന്നുമില്ലെങ്കിലും കുറെ കാലം നിന്നെ അമ്മയെ പോലെ നോക്കിയില്ലേ, അത് മറക്കണ്ട. അവൾ മനസ്സറിഞ്ഞ് പ്രാഗിയാൽ നീ നന്നാവില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റ്സ് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. 1000കണക്കിന് കമന്റ്സ് ആണ് ആ ഒരു വീഡിയോ അടിയിൽ വന്നിട്ടുള്ളത്. ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഹേറ്റ് ഈ ഒരൊറ്റ സാധനം കാരണം കിച്ചുവിനുണ്ടായി. ഒരുപാട് ആളുകൾ ഈ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തു കിച്ചുവിന് അഗനിസ്റ്റ് ആയിട്ട്. അങ്ങനെ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ രേണു സുധി ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയറും ചെയ്തു. ഈ പുള്ളി ചെയ്ത വീഡിയോ രേണു സുധി ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട്. അങ്ങനെ ഇതിനൊടുവിൽ ഈ കിച്ചുവിന്റെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ഒരു വ്യക്തിയെ കിച്ചു അങ്ങ് റിയാക്ട് ചെയ്തു.
അതിനകത്ത് ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനൊന്ന് വെക്കാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സെല്ലാം പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിൽ പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാമി ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. കിച്ചുവിന് പറയാനുള്ള കാര്യം അവൻ പറഞ്ഞു. ഈ കാര്യങ്ങൾ കൊണ്ടാണ് അവൻ കാണാൻ പോകാത്തത്, അല്ലെങ്കിൽ അമ്മയെന്ന് കരുതാത്തത്. കിച്ചുവിൻ്റെ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം രേണു സുധി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിന് അഗനിസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വന്നു. അതുകൂടി വെക്കാം. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പോൾ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പം ഒരു സ്മൈലിയുടെ ചിഹ്നം കിട്ടപ്പോൾ കിച്ചു ആഹാ. അപ്പം ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പം കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പം കിച്ചു പറയാട്ടാ 180. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. ദേ വേണ്ടേ,
വേണ്ട, കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിനക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ച്, നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തു വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിട് കിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. എന്നെ നീ എന്നെ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. ഈ വീഡിയോയിൽ രേണുസുതി പറയുന്നത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ കാര്യം കിച്ചുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നാണ്. ആ സമയം ഗുഡ് എന്ന് പറയുകയും ചെയ്തു. അതിന്റെ ഒരു പങ്ക് ഇവൻ പറ്റിയെന്നും പറയുന്നു. അതിന്റെ തെളിവുകളും രേണുസുതിയുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഇവരാദ്യമൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള എക്സ്പോസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇവൻ ഈ വീഡിയോയ്ക്കകത്ത് ചുണ്ട് കടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചല്ലോ, ആ സമയം തൊട്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ അകത്ത് വരുന്ന കോണ്ടന്റ് വേറൊരു തലത്തിലോട്ട് പോകാൻ തുടങ്ങി. ആ വീഡിയോ ആണ് കിച്ചു ഇപ്പോൾ എടുത്ത് കാണിച്ചത്. ഇത് കണ്ടിട്ടാണ് ആ പയ്യൻ മെസ്സേജ് അയക്കണത് അവർക്ക്. അതുവരെ അവൻ മിണ്ടിയിട്ടില്ല. ഈ കാര്യം അവൻ മിണ്ടിയിട്ടില്ല. അവരെന്തെങ്കിലും കാട്ടട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ ചെറുക്കൻ നിന്നിട്ടുള്ളത്. ഈ സാധനം വേറെ രീതിയിലോട്ട് പോകുന്നു. ഇവർ തമ്മിൽ അമ്മ മകൻ ബോണ്ടൊന്നും ഇല്ല. അച്ഛൻ്റെ ഒരു ഭാര്യ അല്ലെങ്കിൽ അവൻ്റെ അനിയൻ്റെ അമ്മ, ഈ ഒരു രീതി മാത്രമേ ഇവർ തമ്മിലുള്ളൂ. അല്ല അമ്മ മോൻ ബന്ധമൊന്നുമില്ല. ഇവർ ഇത്തരത്തിലുള്ളൊരു സാധനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ പേരും കൂടെ വീണ്ടും കളങ്കപ്പെടും എന്നുള്ളത് വെച്ചിട്ടായിരിക്കണം ചെറുക്കൻ ആ രീതിയിൽ മെസ്സേജ് ചെയ്തത്. പിന്നെ ആ ചെറുക്കൻ്റെ വളർന്നു വരെ ചെറുക്കൻ്റെ ഭാവിയും ഓർത്തിട്ടായിരിക്കണം മെസ്സേജ് ചെയ്തത്. സോ രേണു അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ക്യാൻസർ വന്നെന്നും പറഞ്ഞിട്ട് നമുക്ക് തെറ്റല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. ഒരാൾക്ക് ക്യാൻസർ വന്നു, അത് വരാൻ പാടില്ലാത്തതാണ് എന്ന് കരുതി മുൻപ് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ തെറ്റാവാതിരിക്കുന്നില്ല. പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്. കിച്ചുവിന് ഈ കാര്യം വേണമെങ്കിൽ നേരത്തെ വന്ന് പ്രതികരിക്കാമായിരുന്നു. എന്തുകൊണ്ട് ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഇവൻ വന്ന് പ്രതികരിച്ചു? എൻ്റെ മനസ്സിലും തോന്നിയ ഒരു ചോദ്യമാണ്. കുറെ നാൾക്ക് മുമ്പ് ഈ രേണുസുതിന്റെ സബ്സ്ക്രിപ്ഷനെ പറ്റി പല ഓൺലൈൻ മീഡിയാസ് ഇവൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഇവൻ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ചെയ്തത്. അന്നൊന്നും സംസാരിച്ചിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അത് അവൻ അന്ന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അന്ന് അവന് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ഇവൻ പ്രതികരിച്ചതിന്റെ ഒരു കാരണം, 1-2 കാരണം എനിക്ക് തോന്നിയത്, ഒന്നാമത്തെ കാര്യം, ഇവൻ ഇത്രയും നാൾ കിട്ടാത്ത തരത്തിലുള്ള ഒരു ഹേറ്റാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവന് കിട്ടിയത്. അത് ഇവൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സംതിങ് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ ബാധിക്കും. ഈ പയ്യനോട് ചെറിയൊരു സെന്റിമെന്റ്സ് ഉള്ള ആളുകളും ഇവനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ആയിരിക്കണം ഇവന്റെ മെയിൻ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. അപ്പം അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ നിലനിൽപ്പിനെയോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെയോ ബാധിക്കും എന്നൊരു ഘട്ടമായി. അപ്പോൾ അവൻ പ്രതികരിച്ചു വന്നു. അവൻ എന്തുകൊണ്ട് ഇവരെ പോയി കണ്ടില്ല, എന്തുകൊണ്ട് അമ്മയായിട്ട് കാണുന്നില്ല എന്നുള്ള കാര്യം ജനങ്ങളെടുത്തൊന്നും തുറന്നു പറഞ്ഞു. ഇതാണ് മെയിൻ റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, രേണുസുതി ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ തമ്മിൽ മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നീ എന്നെ കൊണ്ട് തുറന്ന് പറയിപ്പിക്കരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്ന കാര്യമാണ്
ഇക്കാര്യം ജനങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, പക്ഷെ പല രീതിയിലും പല കഥകളും ഞാനും കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടുമില്ല, വിശ്വസിക്കാൻ താല്പര്യവുമില്ല. അതൊക്കെ ശരിയാണെങ്കിൽ ഇതെല്ലാം തിരിയും, കംപ്ലീറ്റ്ലി തിരിയും. അപ്പം എന്താണെങ്കിലും രേണുവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവർ തമ്മിൽ നല്ലൊരു ടേംസിലല്ല. ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ നല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തി കിച്ചു രേണുവിനെ കാണാൻ വരുന്നില്ല എന്ന് ജനങ്ങളെടുത്ത് തുറന്നു പറയേണ്ട, ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട യാതൊരു ആവശ്യവും രേണുവിനോട് ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഈ ഒരു കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടായത്. അനാവശ്യമായി സൃഷ്ടിച്ചതുപോലെ തോന്നി, അനാവശ്യമായി. അല്ലെങ്കിൽ ആദ്യം തന്നെ ആ വീഡിയോയുടെ തുടക്കം ഈ ഒരു സാധനം എടുത്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം ആ ഒരു വീഡിയോ ഓടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ആവശ്യമായിരുന്നു, അത് ആദ്യമേ എടുത്ത് പ്ലേസ് ചെയ്തു. അതാ പറഞ്ഞ അനാവശ്യമായി ആ ഒരു ഡയലോഗ് കയറ്റിയതുപോലെ തോന്നി. രേണുവിനോട് ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യനും ഒരു ജീവിക്കും വരാൻ പാടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസർ. കാര്യം എൻ്റെ ചുറ്റുപാടും ഞാൻ ഒരുപാട് കാണുന്നതാണ്. സ്റ്റിൽ ഞാൻ അതിൻ്റെ പുറകിൽ കുറേ നടക്കുന്നതാണ്. ഞാൻ വിവരാവകാശത്തിൽ കുറേ കത്ത് അയച്ചിട്ടുണ്ട്. അതിനൊരു 4-5 കത്ത് എനിക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. സ്റ്റിൽ ഒരു പ്രോപ്പർ റിപ്ലൈ ഒന്നും എനിക്ക് നമ്മുടെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവർ പറയുന്ന കണക്കുകളൊക്കെ കംപ്ലീറ്റ്ലി തെറ്റാണ് തിരിച്ചു വന്ന കത്തിനകത്തൊക്കെ. അപ്പം ഈ ക്യാൻസർ പേഷ്യൻസ്, ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിയിലുള്ള പല ആളുകളും, എൻ്റെ നൈബേഴ്സ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു മനുഷ്യന് പോലും ഈ സാധനം വരരുതെന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടി പോകാൻ വേറെ വഴിയില്ല, അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഈ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമ, സമാധാനം, മറ്റുള്ളവരുടെ സ്നേഹം, വിശ്രമം, ഇതിനൊക്കെ ഉപരി മനക്കെട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ മനസ്സിനെ ദൃഢമാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടതും അത് തന്നെയാണ്. ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക. അതുകൊണ്ട് മറ്റൊരു കാര്യവും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, മറ്റൊരു ചിന്തയും നമ്മുടെ മൈൻഡിലോട്ട് വരാൻ പാടില്ല, ഒരു കാര്യവും നമ്മളെ വേദനിപ്പിക്കാൻ പാടില്ല. രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസറിന്റെ ചികിത്സയും കീമോതെറാപ്പിയൊക്കെ താങ്ങാനുള്ള ഒരു ശരീരം രേണുവിനില്ല. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ശക്തിയാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ് നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുന്ന രീതിയിൽ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാതിരിക്കുക. ഒരു ശാന്തിയും സമാധാനം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കരകയറാൻ പറ്റൂ. അത് രേണു ആദ്യം മനസ്സിലാക്കുക. ഈ ചെറുക്കൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അവനൊരു മറുപടിയായിട്ട് രേണു ഉപ്പിട്ട വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ അടി വന്ന കമന്റ്സ് തന്നെ എടുത്ത് നോക്ക്. നിങ്ങൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് ഈ വീഡിയോ കണ്ടപ്പോൾ മാറി. ഈ അവസ്ഥയിലെങ്കിലും ഒന്ന് നാവടക്കി വെക്കൂ സ്ത്രീയെ. കിച്ചു പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. നിന്റെ ക്യാൻസർ ശരീരത്തിനല്ല, നിന്റെ മനസ്സിനാണ്. സബ്ബ് തുടങ്ങിയത് തുണി അഴിക്കാനാണെന്ന് അവൻ അറിഞ്ഞില്ല രേണു. അഭിനയ മികവ് ഈ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു എനിക്ക് മറവിയൊക്കെ ആണെന്ന്, ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു വയ്യായികയും ഇല്ല, അവനാണ് ശരി. ഇത്തരത്തിലുള്ള ഒരുപാട്, നിങ്ങളുടെ വീഡിയോ അടി വന്ന ആദ്യത്തെ 8 കമന്റ് ആണ് ഈ കമന്റ് ഞാൻ വായിച്ചേക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റ് നിങ്ങൾക്കെതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു അവസ്ഥ ഓർത്ത് ഭയങ്കര സഹതാപത്തോടെ കണ്ട ആളുകൾ വരെ നിങ്ങൾക്കെതിരെ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിർത്തൂ. ഇനിയെങ്കിലും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ. രേണുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. രേണു ആ വീഡിയോ ആ തുടക്കം തന്നെ പറയുന്നുണ്ട് ഇതൊരു വിവാദമാകാൻ സാധ്യതയുണ്ട്. രേണുവിന് വ്യക്തമായിട്ട് അറിയാം ഇതൊരു വിവാദമാകുമെന്ന്. അതിനെ അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനീ പരിപാടിക്ക് നടക്കുന്നു? സോ അതുകൊണ്ട് എഗെയിൻ ഞാൻ പറയുകയാണ്, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ വിടൂ, മനസ്സ് ദൃഢമാക്കി വെച്ച് ക്യാൻസറിനോട് പോരാടി തിരിച്ചു വരാൻ നോക്കൂ. അതേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ബൈ.